ഇതാണ് നമ്മുടെ ഹീറോയിൻ സനയും. സനയും അവളുടെ അച്ഛൻ്റെ ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അവൾ രാവിലെ തന്നെ കട തുറന്ന് അവളുടെ കുറച്ച് ആഗ്രഹങ്ങൾ ഒരു നോട്ടിൽ എഴുതുകയാണ്. ഗാലപ്പോഗസിൽ പോയി സെറ്റിലാവണം, ഒരുപാട് കാലം ഒറ്റയ്ക്ക് ജീവിക്കണം, പിന്നെ ലോകം അറിയപ്പെടുന്ന ഒരു വലിയ റൈറ്ററാകണം. ഇങ്ങനെ ഓരോ ആഗ്രഹങ്ങൾ ആലോചിച്ച് അവൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു കിറുക്ക് പയ്യൻ വരുന്നത്. അതായത് മുസാഫിർ, അവളുടെ ഫ്രണ്ടും അയൽവക്കക്കാരനുമാണ്. അവൻ അവളോട് ഓരോ കുശലാന്വേഷണങ്ങൾ പറയും. അതിനിടയിൽ അവൻ പറയും, ഇന്ന് എൻ്റെ വീട്ടുകാർ നിന്നെ പെണ്ണ് കാണാൻ വരുന്നുണ്ട്, നമ്മൾ തമ്മിൽ ഇഷ്ടമായതുകൊണ്ട് നമുക്കതങ്ങ് ഉറപ്പിക്കാം. എൻ്റെ ദൈവമേ, നിന്നെ കെട്ടിയ എൻ്റെ ജീവിതം തന്നെ കോഞ്ഞാട്ടാകുമെന്നൊക്കെ പറഞ്ഞ് അവൾ മുസാഫിറിനെ കടയിൽ നിർത്തി അവളുടെ വീട്ടിലേക്ക് ഓടിപ്പോകും. അപ്പോൾ അവളുടെ ചേച്ചി ഷൂവിൻ്റെ ഒരു പെയർ തപ്പുകയായിരിക്കും. സനൈമിനെ കണ്ടതും ചേച്ചി ലൈല ചോദിക്കും, നീ എൻ്റെ ഷൂവിൻ്റെ ഒരു പെയർ കണ്ടിരുന്നോ? ഇതൊന്നും ചെവി വയ്ക്കാതെ അവൾ അടുക്കളയിലേക്ക് ഓടിപ്പോകും. എന്നിട്ട് അമ്മയോട് ചോദിക്കും, ആ വട്ടം മുസാഫിർ എന്നെ പെണ്ണ് കാണാൻ വരികയാണോ? നിങ്ങൾക്കൊക്കെ എന്താ വട്ടായോ? അവന് എന്നെ അറുക്കാൻ കൊടുക്കുകയാണോ എന്നൊക്കെ അവൾ ഒരുപാട് ചോദിച്ച് ദേഷ്യം പിടിക്കും. അമ്മ എന്നെ കളിയാക്കുകയാണോ അതോ തമാശ പറയുകയാണോ? അവർ ശരിക്കും വരുന്നുണ്ടോ എന്നൊക്കെ സനയം ഒരുപാട് ചോദിക്കും. അപ്പോൾ അമ്മ പറയും, മോളെ, നിന്നോട് ഞാൻ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്, നീ എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തി ഈ വീടിനെ സഹായിക്കണമെന്ന്. ഞാനും അച്ഛനും മാത്രം ജോലി ചെയ്ത് എന്ത് നേടാനാ എന്നൊക്കെ പറയും. അപ്പോൾ എനിക്കൊരു ജോലി ഇല്ലാത്തതാണോ നിങ്ങളുടെ പ്രശ്നം? ഞാനൊന്ന് അച്ഛനോട് പോയി ചോദിക്കട്ടെ എന്ന് പറയും. അച്ഛനെങ്കിലും സത്യം പറ, ആ മുസാഫിർ ഇന്ന് എന്നെ പെണ്ണ് കാണാൻ വരുന്നുണ്ടോ? അത് കേൾക്കുമ്പോൾ അച്ഛൻ തന്നെ ആലോചിച്ച് നിൽക്കും. അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് അമ്മ കണ്ണുരുട്ടുന്നത് കാണും. അപ്പോൾ ഇയാൾക്ക് മനസ്സിലാകും ഇത് ഇവർ തമ്മിൽ എന്തോ കളി കളിക്കുന്നതാണെന്ന്. എന്തായാലും സനേമിനെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണ് അമ്മയും ചേച്ചിയും. അങ്ങനെ അച്ഛനും അതിലൊരു പങ്കാളിയാവും. എന്നിട്ട് അച്ഛൻ പറയും, ആ അതെ, അവൻ കാണാൻ വരുന്നുണ്ട്, നിനക്കെന്താ അതിന് കുഴപ്പം? അവൻ നല്ലൊരു ജെൻറ്റിൽമാൻ അല്ലേ, അവന് നല്ലൊരു ജോലിയുണ്ട്, ഉത്തരവാദിത്ത ബോധമുണ്ട്, കുടുംബത്തെ നോക്കുന്നുണ്ട്, അവൻ പൊളൈറ്റ് അല്ലേ, നല്ല ഹാൻഡ്സം ആണ്, പിന്നെ എന്താ കുഴപ്പം? നിങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചാൽ എനിക്ക് സന്തോഷമുള്ളൂ എന്ന് പറയും. അങ്ങനെ വീണ്ടും അവിടെ അച്ഛനും അമ്മയും പറയും, നിനക്ക് കല്യാണം കഴിക്കണ്ടെങ്കിൽ നീ ഒരു നല്ല ജോലി സമ്പാദിക്കണം. അങ്ങനെ സനയും അവിടെ നിന്നും പറയും, ഞാനിനി നല്ലൊരു ജോലി കണ്ടെത്തിയിട്ടേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പുറത്തേക്ക് പോകും. അപ്പോഴാണ് സനയും ഐഹാനെ കാണുന്നത്. ഐഹാൻ അവളുടെ ഫ്രണ്ടാണ്. ഐഹാൻ നല്ല സന്തോഷത്തിൽ പറയും, ചേച്ചി ഏതായാലും രക്ഷപ്പെട്ടു, ആ മുസാഫിറിൻ്റെ കല്യാണം ഉറപ്പിച്ചു എന്നാണ് കേട്ടത്. അങ്ങനെ സനയും സങ്കടത്തിൽ പറയും, ഓ അതെ, എന്നെ തന്നെയാവും കെട്ടാൻ വരുന്നത്. എൻ്റെ വീട്ടുകാർ ഞാൻ ജോലിക്കൊന്നും പോകാത്തത് കൊണ്ട് എന്നെ അവനെ കെട്ടിക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ഐഹാൻ പറയും, ഓ ചേച്ചി എന്താ ഇങ്ങനെ തമാശ പറയുന്നേ? അല്ല, സീരിയസ് ആയിട്ടാണോ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ചേച്ചി എന്തെങ്കിലും ഒരു നല്ല ജോലി കണ്ടുപിടിച്ചോ, അങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്ക്. ആ വട്ടൻ്റെ കയ്യിൽ പെടുന്നതിനേക്കാളും നല്ലത് അതാണ്. അല്ല, ചേച്ചിയുടെ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞതല്ലേ, അപ്പോൾ നല്ലൊരു ജോലി എന്തായാലും കിട്ടാൻ വഴിയുണ്ടല്ലോ. ഇനി ഞാനും കൂടെ ഒന്ന് നോക്കട്ടെ, എന്തെങ്കിലും ജോലി കിട്ടാണ്ടിരിക്കില്ല. ലൈലയുടെ ഓഫീസിൽ എന്തോ അസിസ്റ്റൻറ്റ് ജോബ് വേക്കൻസി ഉണ്ടല്ലോ, ഞാൻ ഇന്നലെ പത്രത്തിൽ കണ്ടിരുന്നു. അവളോട് ചോദിച്ചാൽ എന്തെങ്കിലും ചെയ്യില്ലേ? അവളെന്തായാലും ചേച്ചിക്ക് ചെയ്തു തരും, ആ പോസ്റ്റ് എന്തായാലും ചേച്ചിക്ക് കിട്ടില്ലേ? അപ്പോൾ അത് കേട്ട് സനയം പറയും, എൻ്റെ ചേച്ചി അതുകൊണ്ട് അതൊന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട, കാരണം ഞങ്ങൾ അങ്ങനെയാണല്ലോ. അതൊക്കെ വെറുതെയാ, അത് ചേച്ചി മാത്രം അങ്ങനെ തീരുമാനിച്ചാൽ മതിയോ? ഒന്ന് ലൈലയോട് ചോദിച്ചു നോക്ക്. അത് ശരിയാണല്ലോ, എന്നാൽ നമുക്ക് ഈവനിങ് കാണാം എന്ന് പറഞ്ഞിട്ട് സനയം അവിടെ നിന്ന് എസ്കേപ്പ് ആവും. അങ്ങനെ സനയം അവളുടെ വീടിന് മുമ്പ് വെച്ച് ഒരു പലിശക്കാരനെ കാണും. അയാൾ പറയും, മോളെ, നിൻ്റെ അച്ഛൻ കുറേ കാലമായി എനിക്ക് പൈസ തരാണ്ട് മുങ്ങി നടക്കുന്നു. സനയം പറയും, ചേട്ടാ, ഞാൻ നല്ലൊരു ജോലി നോക്കുന്നുണ്ട്, എനിക്കൊരു ജോലി കിട്ടിയിട്ട് ഞാൻ ലോൺ എടുത്തെങ്കിലും ആ പണമൊക്കെ തിരിച്ചു തന്നേക്കാം. ഇപ്പോൾ എനിക്ക് വേണ്ടിയെങ്കിലും ചേട്ടനൊന്ന് തിരിച്ചു പോകണം. എൻ്റെ അച്ഛന് ചേട്ടൻ ഇപ്പോൾ വന്നാൽ ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളത്, തല കറങ്ങി വീകും, എന്തെങ്കിലുമൊക്കെ പറ്റും, അതുകൊണ്ട് ചേട്ടൻ എനിക്ക് വേണ്ടി ഒന്ന് പ്ലീസ് എന്ന് പറയും. അങ്ങനെ അയാൾ പറയും, ആയിക്കോട്ടെ, ഞാൻ ഒരാഴ്ചയെങ്കിലും ഞാൻ കാത്തു നിൽക്കും, അതിനുശേഷം ഞാൻ വെയിറ്റ് ചെയ്യില്ല, നീ ആ സമയം കൊണ്ട് എനിക്ക് പണം തന്നിരിക്കണം. അത് പറഞ്ഞ് അയാൾ തിരിച്ചു പോകും. അങ്ങനെ അവൾ വീട്ടിലേക്ക് പോയിട്ട് അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കും ഒരു ന്യൂസ് കാണിച്ചു കൊടുക്കുകയാണ്, ഒരു ജോബ് വേക്കൻസി. അത് ലൈലയുടെ ഓഫീസിലാണ് ഒരു വേക്കൻസി ഉള്ളത്, അസിസ്റ്റൻ്റായിട്ട്. അങ്ങനെ അവൾ അച്ഛനോടും അമ്മയോടും എങ്ങനെയെങ്കിലും ചേച്ചിയെ കൊണ്ട് ഇത് സമ്മതിപ്പിക്കണം, ചേച്ചി എന്തായാലും അച്ഛനും അമ്മയും പറഞ്ഞാൽ കേൾക്കും എന്ന് പറഞ്ഞ് ചേച്ചിയെ കൊണ്ട് സമ്മതിപ്പിക്കും. അപ്പോൾ ലൈല പറയും, ഓ എനിക്കവിടെ കുറച്ച് നല്ല പേരുള്ളതാ, നീ വന്നാൽ അതും കൂടെ പോകും. അങ്ങനെ ലൈല സനേമിനെയും കൊണ്ട് ഓഫീസിലോട്ട് പോകും. സനേം ആ ഓഫീസ് കാണുമ്പോൾ തന്നെ അന്താളിച്ച് നിൽക്കും. ചേച്ചി, നീ ഇത്രയും വലിയ ഓഫീസിലാണോ ജോലി ചെയ്യുന്നത്? എൻ്റെ പൊന്ന് സനേം, നീ ഇവിടെ നിന്ന് എന്നെ നാണം കെടുത്തരുത്, നല്ല കുട്ടിയായി നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് ലൈല അവളെ ഉള്ളിലേക്ക് കൊണ്ടുപോകും.
സനേമും ലൈലയും ഒരു മാഡത്തിൻ്റെ അടുത്തുള്ളത്. സനേമിൻ്റെ ആപ്ലിക്കേഷൻ ലെറ്റർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടേക്ക് പോയത്. അങ്ങനെ ആ മാഡം ചോദിക്കും, നീ ഇതിനു മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ടോ? സനേം പറയും, ഞാനും 2 വർഷം എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അച്ഛൻ്റെ സ്റ്റോറായിരുന്നത്. അപ്പോൾ അതിനിടയിൽ നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ സനേം പറഞ്ഞു, ഞാൻ ചില്ലടിച്ച് നടക്കും. അങ്ങനെ ആ മാഡം അവർക്ക് എന്തായാലും ജോലിയൊക്കെ തരാം, താൽക്കാലികമായിട്ടുള്ള ഒരു ജോലിയാണ്, അതിനനുസരിച്ച് പിന്നെ പൊസിഷൻ മാറ്റിത്തരാം എന്ന് പറയുമ്പോൾ സനേമിന് ഒരു ദേഷ്യമൊക്കെ വരും. അങ്ങനെ സനേം മെല്ലെ സോപ്പിടാൻ തുടങ്ങും. ചുറ്റിലും ഒന്ന് നിരീക്ഷിച്ചതിന് ശേഷം സനേം ആ മാഡത്തിനോട് പറയും, മാഡത്തിൻ്റെ മകൻ എന്തായാലും ഇവിടേക്ക് വരാഞ്ഞത് നന്നായി, അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ പെണ്ണുങ്ങളും അവനെ തന്നെ ചാക്കിലാക്കുമായിരുന്നു. ഇത് കേട്ട് മാഡം പറയും, ഇതെൻ്റെ മകനല്ല, ഇത് മകളാണ്. അത് കേട്ട് സനേം ചമ്മി പോകും. അങ്ങനെ മാഡം പറയും, തൽക്കാലം ഇപ്പോൾ ഒരു ജോലിയിലേക്ക് ആക്കിയിട്ടുണ്ട്, തൽക്കാലം നീ അത് ചെയ്യ്, അതിന് ശേഷം നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ലൈലയ്ക്ക് എംറയുടെ കോൾ വരും. എംറ എന്ന് പറയുന്നത് ഈ കമ്പനിയുടെ മുതലാളിയുടെ ഇളയ മകനാണ്. ലൈല പറയും, എൻ്റെ അനിയത്തി സനേമിനെ കൊണ്ട് വന്നതാ ഞാൻ ആപ്ലിക്കേഷൻ ലെറ്റർ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എംറ പറയും, ഓ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ജോലി ഞാൻ സെറ്റാക്കിക്കോളാം, നിൻ്റെ പോലെ തന്നെ അവളും സ്മാർട്ടാകുമായിരിക്കുമല്ലോ. ഞാൻ ഏതായാലും ഓഫീസിലെത്താനായിട്ടുണ്ട്, എന്തായാലും നമുക്ക് അവിടെ വെച്ച് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം എന്ന് പറഞ്ഞ് എംറെ ഫോൺ കട്ട് ചെയ്യുന്നു. ഈ സമയം എംറെ തൻ്റെ ജ്യേഷ്ഠനായ ജാനിനെ വിളിക്കും. ഈ ജാൻ വളരെ ഹാൻസമാണ്, കാണാൻ ഭയങ്കര ലുക്കാണ്, പോരാത്തതിന് ബോഡി ബിൽഡറും, പിന്നെ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങാൻ അങ്ങനെ ഒരു വൈബുള്ള ആളുമാണ്. ഈ ഒരു സമയം കൊണ്ട് എംറെ തൻ്റെ ഓഫീസിലെത്തും. അവിടെ അച്ഛനെ കണ്ടിട്ട് ഹഗ് ചെയ്യും. അങ്ങനെ അച്ഛൻ അവിടെ കണ്ടിരുന്ന ഒരു മാഗസിൻ കാണിച്ച് എംറയോട് പറയും, നിൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് ചെയ്യുന്ന ഓൾക്ക് എന്തൊരു കുരുട്ടുബുദ്ധിയാണ്, നമ്മുടെ ഓഫീസിലുള്ള എല്ലാ സ്റ്റാഫിനെയും വലിച്ചു കൊണ്ടുപോയി അവൾ സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങിയിരിക്കുന്നു, നീ എന്തായാലും അവളെ ഒഴിവാക്കിയത് നന്നായി എന്നൊക്കെ പറഞ്ഞ് അവനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. നമ്മുടെ ഓഫീസിലെ സ്റ്റാഫുകളെയൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അച്ഛൻ എന്ന് പറഞ്ഞ് എംറെ അയാളെ സമാധാനിപ്പിക്കും. അപ്പോൾ അച്ഛൻ ചോദിക്കും, നീ ജാനിനെ വിളിച്ചില്ലായിരുന്നോ, അവൻ എന്താ ഫോൺ എടുക്കാത്തത്? ഓ ചേട്ടൻ വരുന്നുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും ഫോൺ എടുക്കാത്തതെന്ന് പറഞ്ഞ് ഇവിടെ ആ സീൻ കട്ടാകുന്നു. ഈ സമയം അസീസിൻ്റെ ക്യാബിനിലോട്ട്, അതായത് എംറയുടെ അച്ഛൻ്റെ ക്യാബിനിലോട്ട് സനേമും ലൈലയും വരും. എന്നിട്ട് സനം അസീസിനോടും എംറയോടും പറയും, ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് ഈ ജോലി തന്നതിന്. അപ്പോൾ എംറ ചോദിക്കും, ഓ നീയാണോ ലൈലയുടെ അനിയത്തി, നിനക്ക് എന്ത് ജോലിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്? ഏറ്റവും ഈസിയുള്ള ജോലി. അത് കേട്ട് അവർ 3 പേരും പൊട്ടിച്ചിരിക്കും. എന്നിട്ട് ലൈലയോട് അസീസ് പറയും, ഡി ബാങ്കിൻ്റെ കുറച്ച് ഫയലുകൾ എനിക്ക് ഇന്ന് മെയിൽ ചെയ്യണമെന്ന്. പെട്ടെന്ന് തന്നെ സനേം എന്തോ ആലോചിച്ചുകൊണ്ട് പറയും, ഡി ബാങ്കോ, അവരുടെ ആഡ് ഈ മാസവും മാഗസിനിലുണ്ടായിരുന്നല്ലോ. ഇത് കേട്ട് എംറയും അസീസും നെറ്റി ചുളിക്കും. നിനക്കെങ്ങനെ അതറിയാം? അപ്പോൾ ലൈല പറയും, അവൾക്ക് ഫോട്ടോഗ്രാഫിക് മെമ്മറിയാണ്, അവൾ ഒരു തവണ എന്തെങ്കിലും കാണുകയോ കേൾക്കുകയോ ചെയ്താൽ പിന്നെ അതൊന്നും മറക്കില്ല. ഇത് കേട്ട് അസീസ് ഇംപ്രസ് ആവും. അങ്ങനെ അയാൾ അവരെ ക്ഷണിക്കും. ഞങ്ങളുടെ ഓഫീസിൽ, അതായത് എല്ലാ സ്റ്റാഫുകളും, ഈ കമ്പനിയുടെ എല്ലാ സ്റ്റാഫുകളും കൂടുന്ന ഒരു പ്രോഗ്രാമുണ്ട്, നീ എന്തായാലും അതിന് വരണം. പിന്നെ നിനക്ക് ചെറിയ ജോലിയൊന്നും അല്ല ഉള്ളത്, ഇനി നീയാണ് എൻ്റെ അസിസ്റ്റൻറ്റ്, ഞങ്ങളുടെ ഫോട്ടോഗ്രാഫറൊക്കെ വരുമ്പോൾ നീ വേണം അവിടെ അസിസ്റ്റ് ചെയ്യാനൊക്കെ എന്ന് പറഞ്ഞിട്ട് അവരെ ഒരുപാട് സന്തോഷിപ്പിക്കുകയും അവളെ ക്ഷണിക്കുകയും ചെയ്യും. അടുത്തതായി സനേം അവിടുത്തെ സ്റ്റാഫായ ജെയെയും ഗുലീസിനെയും ഡയറിനെയും പരിചയപ്പെടും. അവൾക്ക് അവിടെ കാണുമ്പോൾ തന്നെ ഒരുമാതിരി സർപ്രൈസാണ് തോന്നുന്നത്. കാരണം അവൾ ചെറിയൊരു ജോലി ആഗ്രഹിച്ചു പോയിട്ട് ഒരുപാട് ക്രൗഡുള്ള ഒരു സ്ഥലത്തേക്കാണ് എത്തിയിരിക്കുന്നത്. പക്ഷേ ഡയറിന് അവളെ ഇഷ്ടമാകുന്നില്ല. കാരണം ഡയറിനേക്കാളും കൂടുതൽ സ്മാർട്ടാണ് സനേം. ഡയറിൻ അപ്പോൾ തന്നെ ആ സനേമിനെയും കൂട്ടി നിങ്ങൾ ജോലിക്ക് വാ എന്ന് ജെജയോട് പറയുന്നു. അടുത്തതായിട്ട് ജാൻ ഓഫീസിലേക്ക് വരും. അപ്പോൾ ജെ പറയും, ഇതാണ് നമ്മുടെ അസീസാറുടെ മൂത്ത മകൻ ജാൻ. പക്ഷേ സനേം അവരെ കാണുന്നൊന്നുമില്ല. ജാൻ നേരെ പോയി അച്ഛനെയും എംറയെയും പോയി ഹഗ് ചെയ്യുന്നു. അവരോട് ഓരോ കാര്യങ്ങളും കുശലാന്വേഷണങ്ങളും നടത്തുന്നു. അങ്ങനെ വീണ്ടും ലൈല എംറയുടെ ക്യാബിനിലോട്ട് പോകും. അപ്പോൾ എംറ പറയും, അച്ഛനെ ഏതായാലും ഇനി ഇവിടെ അധികം ഉണ്ടാവില്ല, അച്ഛന് റെസ്റ്റ് വേണമെന്നാണ് പറയുന്നത്, അതുകൊണ്ട് ഇനി ഞാൻ ഭരണത്തിൽ കയറിയാൽ നീയായിരിക്കും എൻ്റെ അസിസ്റ്റൻറ്റ്. പക്ഷേ നീ ഇത് പുറത്താരോടും പറയരുത് ലൈല, കാരണം അതൊന്ന് ഒഫീഷ്യൽ ആയിക്കോട്ടെ എന്ന് പറയും. ഓ ആയിക്കോട്ടെ സാർ, അതിനെന്താ, എനിക്കതിന് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ലൈല പുറത്തേക്ക് പോകും. അപ്പോൾ ജാനും അച്ഛനും സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയായിരിക്കും. അച്ഛൻ പറയും, മോനെ ഇനി എനിക്ക് റെസ്റ്റ് വേണം, ഇനി നീ വേണം നമ്മുടെ ഈ സ്ഥാപനം നോക്കി നടത്താൻ, ഈ കമ്പനി നീയും എംറയും പാടെ വേണം നോക്കാൻ. അപ്പോൾ ജാൻ പറയും, അയ്യോ എനിക്ക് കുറേ ട്രിപ്പൊക്കെ അടയ്ക്കാനുള്ളത് അച്ഛാ, എംറയെ നോക്കില്ലേ? അപ്പോൾ അച്ഛൻ പറയും, അവന് സീരിയസ്നെസ് കുറച്ച് കുറവാണ്, പോരാത്തതിന് അവന് കണക്കും കാര്യങ്ങളും വല്ലാണ്ട് അറിയില്ല, എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഈ കമ്പനിയിൽ നടക്കുന്നുണ്ട്, നീ എന്തായാലും ഇത് നോക്കി നടക്കണം,
എന്ന് പറഞ്ഞ് ജാനിനെ കൺവിൻസ് ചെയ്യുന്നു. ഓക്കെ എന്ന് പറഞ്ഞ് ജാൻ സമ്മതിക്കും. എന്നിട്ട് അസീസ് പറയും, മോനെ നാളെ നമ്മുടെ കമ്പനിയിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, എല്ലാ സ്റ്റാഫും ഉണ്ടാവും, നീ എന്തായാലും അതിന് പങ്കെടുക്കണം. ബാക്കി നെക്സ്റ്റ് എപ്പിസോഡിൽ കൊടുക്കുന്നത് വരെ ബായ്. എല്ലാവരും ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.